അമ്മേ. എന്താ മോനെ? എന്തിയമ്മ എന്റെ അമ്മായിയമ്മ? വായനയോ ഉറക്കമോ? മുറി വൃത്തിയാക്കുക നീ വന്നെന്നറിഞ്ഞപ്പോ. അയ്യോ, ഇങ്ങനെ ഒരു പെണ്ണ്. ഇവളെന്താ അമ്മ എന്നെ അടുക്കും ചിട്ടൊക്കെ പഠിക്കുന്നത്? ഗായത്രി, എന്താ ചേട്ടാ ഇതെന്തൊരു വേഷമാടി പെണ്ണെ? നിനക്ക് മുടി നന്നായിട്ടൊന്ന് ചെയ്യ വെച്ചുകൂടെ? ഈ വസ്ത്രമൊക്കെ നല്ലതുപോലെ ധരിച്ചുകൂടെ? എപ്പോ നോക്കിയാലും ഒരു അശ്രദ്ധ. ചേട്ടാ, ഇതൊക്കെ അടുക്കിനും ചിട്ടയ്ക്കും വെച്ചാ എനിക്കൊരു മനപ്രയാസം പോലെയാ. ഓ, കെയർലെസ് ബ്യൂട്ടി ആകാനായിരിക്കും. അതൊന്നുമല്ല, അമ്മയുടെ കൈക്ക് എല്ലില്ലാഞ്ഞിട്ട്. ആഹാ, അതെങ്ങനാ? അവളോടൊന്ന് ദേഷ്യപ്പെടാമെന്ന് വെച്ചാ നീ എന്നെ മൂക്കുകൊണ്ട് അരീശ്രീ എഴുതിപ്പിക്കത്തില്ലേ? അങ്ങനെയാ വിവരമുള്ള ചേട്ടന്മാര്. ഊതാതെ പെങ്ങളെ, ഞാനിവിടെ തറയിൽ തന്നെ ഒന്ന് നിന്നോട്ടെ. നിന്നോ, ആ കയ്യിലുള്ള ഒന്ന് തന്നിട്ട്. എടി പെണ്ണെ, പോയി കുളിച്ച് നന്നായിട്ട് ഡ്രസ് ചെയ്തു പോ. ഭംഗിയായിരിക്കുന്നു ചേട്ടാ. അമ്മ എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. ഇതിന്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. ദേ, അതവിടെ വെച്ചിട്ട് അവന് കുളിക്കാൻ വെള്ളം എടുത്തൊക്കെ ചെല്ലു വേഗം. ഈ അമ്മയ്ക്ക് കുശുമ്പോ. ഒരു പോ പെണ്ണെ, പോ ചെല്ല. ഇപ്പോൾ കൊച്ചുകുഞ്ഞാണെന്ന് വിചാരമായി വെക്ക്. എന്താ? എന്നെ മനസ്സിലായി? ഇല്ല, മനസ്സിലായില്ലേ? കാശി, രാമേശ്വരം, തിരുപ്പതി ഒക്കെ തൊഴുതു വരുന്ന തൃശ്ശൂരുകാരൻ ഗുരുവായൂരമ്പലം കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ സാറേ. സാറിന് ഈ സിറ്റിയിലെ ബിസിനസ് മാഗ്നറ്റുകളെ കുറിച്ചും ബിഗ് കൺസിനെ പറ്റിയും അറിയില്ലെന്നോ? ഇദ്ദേഹമാണ് മിസ്റ്റർ ചന്ദ്രയാസൻ. ഹലോ. ഹലോ. ഞാൻ ഒരാളെ അങ്ങോട്ട് ചെന്ന് കാണുന്നത് ഇതാദ്യമാണ്. ആവശ്യക്കാരെ പോലും സ്വന്തം മുറിയിലേക്ക് വിളിപ്പിക്കുന്ന പഴക്കവും പരിചയമേ സാറിനുള്ളൂ. വന്ന കാര്യം ഇനിയും പറഞ്ഞില്ലല്ലോ. എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന്? നോ, സാറിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. തന്നെയുമല്ല, സാറിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ആഫറുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എക്സ്ക്യൂസ് മീ, ഇദ്ദേഹം? ഞാൻ മുതലാളിയുടെ കൂടെ വന്നതാ, സ്വന്തം ആളാ. ഒരു ഉപകാരം ചെയ്യാമോ? പറഞ്ഞാട്ടെ, സാറിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാണ്. ഒന്ന് വെളിയിൽ പോയി നിൽക്കാമോ? ഞാനോ? അതെ. അപ്പൊ കാര്യം പറയുന്നോ? അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞോളാം. പോണം. ഐ ആം എക്സ്ട്രീംലി സോറി. താങ്ക് യു. നിങ്ങൾ അതിസമർത്ഥനായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. എന്തോ എല്ലാരും അങ്ങനെ പറയുന്നു. നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കേസുകളെല്ലാം വിജയിച്ചിട്ടുണ്ട്. അതെനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ കേസിലെ പ്രതി സോണി എന്റെ അനുജനാണ്. നിങ്ങൾ അവനെതിരായി വാദിക്കരുത്. ഇതെന്നോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ ആദ്യം പറഞ്ഞില്ലേ അവനെന്റെ അനുജനാണെന്ന്? ഒരു ചേട്ടന് അനുജനോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ സത്യത്തിനും നീതിക്കും വേണ്ടി വാദിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഡ്യൂട്ടി കോൺഷ്യസ്നസ്. പക്ഷേ ഇവിടത്തെ കോടതികളിലൊക്കെ നടക്കുന്നത് നീതിയും സത്യവുമാണോ മിസ്റ്റർ ജയദേവൻ? ആയിരിക്കാം. പക്ഷേ ഗവൺമെന്റ് ശമ്പളം വാങ്ങിക്കുന്ന എനിക്ക് എന്റെ മനസാക്ഷിക്കനുസരിച്ച് നടക്കാൻ പറ്റും. ഗവൺമെന്റിന്റെ ശമ്പളം നിങ്ങളുടെ കോടതിയെ കൂടി വിലയ്ക്ക് വാങ്ങാനുള്ള കാശ് ഇതിലുണ്ട്. ഇതെടുത്തുകൊണ്ട് നിങ്ങൾ ഈ കേസിൽ നിന്നും പിന്തിരിയണം. താങ്ക് യു. നിങ്ങളെപ്പോലുള്ള കുറെ വെള്ളാനകൾക്ക് ഈ രാജ്യത്തെ കോടതികൾ മാത്രമല്ല സർക്കാരിനെ പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പച്ചനോട്ടുകൾ കാണിച്ച് ഈ ജയദേവനെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കില്ല മിസ്റ്റർ ചന്ദ്രഹാസൻ. ഇതെടുക്കണം. എടുക്കാൻ. ഞാൻ കൊടുത്തുപോയത് മടക്കിയെടുക്കാറില്ല. അർഹതയില്ലാത്ത ഞാൻ സ്വീകരിക്കാറുമില്ല. പക്ഷേ പിണങ്ങിയാൽ ഞാനൊരു രാജവെമ്പാല. I don't mind. You get out. I say you get out. My lord, സ്വന്തം സ്കൂളിലെ ഒരു കുട്ടിയോട് പ്രതി പേരുദോഷം ഭയന്ന് ഈ വിധം പെരുമാറില്ലെന്നാണ് എന്റെ സ്നേഹിതന്റെ വാദം. വികാരം മുറ്റി നിൽക്കുന്ന ഒരു യുവതിയെ ഭരിക്കുക ഗർഭധാരണത്തിന്റെ മാനഹാനിയല്ല, ആഗ്രഹപൂർത്തിക്കുള്ള ആവേശം മാത്രമാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. തൽക്കാലത്തെ ആഗ്രഹ നിവൃത്തിയുടെ ആവേശം അത് നേടി. പ്രഥമ വിചാരണയിൽ തന്നെ മ്ലാനമായ പ്രതിയുടെ മുഖം അതല്ലാതെ മറ്റെന്താണ് വിളിച്ചോതുക? നോക്കണം മൈ ലോർഡ്. ഞാൻ അവസാനിപ്പിക്കണം മൈ ലോർഡ്. അതിനു മുമ്പ് ഒരു അപേക്ഷ. കഴിഞ്ഞ ദിവസം പ്രതിയുടെ അവതാരങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു ഫിലിം ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. അത് ഒന്നുകൂടി പ്രദർശിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.
ചിത്രത്തിൽ കാണുന്ന ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രതി തന്നെയല്ലേ? യെസ്. ആണല്ലോ മിസ്റ്റർ സോണി? അതെ. ശരി, എങ്കിൽ എനിക്ക് വേറെ തെളിവുകൾ ആവശ്യമില്ല. പ്രതി അന്നിട്ടിരുന്ന ടൈ ക്ലിപ്പും മരിച്ച ഇന്ദുവിന്റെ മടക്കി പിടിച്ച കയ്യിൽ നിന്ന് കണ്ടെടുത്ത ഇതേ ക്ലിപ്പും ഒന്നാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. പ്രതിയെ ചെറുത്തു നിൽക്കുന്നതിനിടയ്ക്ക് കുട്ടിക്ക് പിടുത്തം കിട്ടിയത് ഇതേ ക്ലിപ്പിലായിരിക്കും. അത് കൈകളിലേക്ക് ഊർന്നിറങ്ങി. വെപ്രാളത്തിനിടയ്ക്ക് പ്രതി അത് അറിഞ്ഞു കാണുകയില്ല. മാത്രമല്ല, മറ്റൊരു തെളിവ് കൂടി ഹാജരാക്കാൻ കോടതി എന്നെ അനുവദിക്കണം. പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് സംഭവം നടന്ന കാറിൽ നിന്നും കണ്ടെടുത്ത ഈ ഇയർ റിങ്ങും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ശവശരീരത്തിൽ നിന്നും കണ്ടെടുത്ത ഈ ഇയർ റിങ്ങും കൊല്ലപ്പെട്ട ഇന്ദുവിന്റേതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. എക്സ്പെർട്ട് ഒപ്പീനിയൻ ഓൾസോ ഹിയർ മൈ ലോർഡ്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് പ്രതി തന്നെ കുറ്റവാളിയെന്നാണ്. കാപട്യങ്ങൾ എന്തെന്ന് പോലും അറിയാത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വശീകരിച്ചു കൊണ്ടുപോയി നീചമായി ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന കിരാതന് പുഷ്പാഭിഷേകം നടത്തണമെന്ന് പറയുന്ന ഒരു അഭിഭാഷകന്റെ തലച്ചോറിന് കാര്യമായ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്ത കാലത്ത് ഗൾഫിൽ ഇതുപോലൊരു കേസിൽ പ്രതി അബ്ദുൽ അസീസ് പാക്കർക്ക് അവിടുത്തെ കോടതി കൊടുത്ത ശിക്ഷ 67 ചാട്ടവാറടിയും പരസ്യമായ വധശിക്ഷയുമായിരുന്നു. അതിനേക്കാൾ കടുത്ത ശിക്ഷ ഈ പ്രതിക്ക് നൽകണമെന്ന് ഞാൻ കോടതിയോട് താഴ്മയെ അപേക്ഷിക്കുന്നു. ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. ഈ കേസിൽ എന്റെ അനുജൻ ശിക്ഷിക്കപ്പെട്ടാൽ അവൻ ജയിലിലേക്ക്. മിസ്റ്റർ ജയദേവൻ, നീ വൈകുണ്ഠത്തിലേക്ക്. ഓക്കെ സർ. കേസിൽ പ്രതി കുറ്റവാളിയാണെന്ന് അസന്നിഗ്ധമായി തെളിഞ്ഞിരിക്കുന്നു. ഇന്ദുവിനെ ബലാത്കാരം ചെയ്ത് കൊന്നതാണെന്ന് സാഹചര്യ തെളിവുകളുടെ മുറുക്കമുള്ള കണ്ണികൾ സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിലും കൊല കരുതിക്കൂട്ടി ചെയ്തതല്ലാത്തതിനാൽ ഈ പ്രതിക്ക് ജീവപര്യന്ത തടവിന് മാത്രം ശിക്ഷ വിധിക്കുന്നു. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ജയദേവൻ. കൺഗ്രാജുലേഷൻ മിസ്റ്റർ ജയദേവൻ. താങ്ക്സ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ കേസിന്റെ മുഖമേ മാറിപ്പോയ. സാറിനെ പോലെ ചുരുക്കം ചെല്ലുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ കോടതിയെ സമീപിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾ റൈറ്റ്. സാറേ, ഞങ്ങളുടെ മോള് പോയത് പോയി. അവളുടെ അമ്മ ഇനിയും സ്വബോധത്തിലേക്ക് എത്തിയിട്ടില്ല. എങ്കിലും ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. ഞങ്ങളുടെ വേദന മനസ്സിലാക്കാൻ സാറിനെങ്കിലും മനസ്ഥിതി ഉണ്ടായല്ലോ എന്ന്. ഇനി ഇത്തരം സംഭവങ്ങൾ ആരോ എടുത്ത് സാറിനെ വെടിവെച്ചു. ദൈവാധീനം കൊണ്ട് ഒന്നും ഉണ്ടായില്ല. ഈ കുഞ്ഞ് സാറിനെ രക്ഷിച്ചു. ആളെ കണ്ടോ? ആളെ കണ്ടു, പക്ഷെ ആരാണെന്ന് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി, ചന്ദ്രഹാസന്റെ ആളുകൾ തന്നെ, അല്ലാതെ എനിക്കാരാ വിരോധികൾ. സവിത വീട്ടിലേക്ക് പൊയ്ക്കുള്ളൂ. സാറ് സൂക്ഷിക്കണം, ഒറ്റയ്ക്ക് പോകണ്ട. ഇതിലൊക്കെ ഭയന്നാൽ പറ്റുമോ? ടേക്ക് ഇറ്റ് ഈസി. എന്റെ മോനെ വെടിവെച്ചെന്നോ? എടാ, സർപ്പം തലയുയർത്തുന്നത് കൊത്താനാണ്, ശത്രുവിന്റെ തലയിൽ കൊത്താൻ. ഇന്നോളം എന്റെ ശത്രുക്കളുടെ കാര്യത്തിൽ ഞാനൊരു രാജവം പോലെ. പക്ഷേ ഇന്ന് നീ തെറ്റിച്ചു. എനിക്ക് ഉന്നം പിടിച്ചതല്ല സർ, അയാളെ പെണ്ണ് പിടിച്ചു മാറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. എനിക്ക് വിശദീകരണം ആവശ്യമില്ല. പടക്കളത്തിൽ പരാജയപ്പെട്ട പടക്കുതിരെ പട്ടാളക്കാർ വെടിവെച്ച് വീഴ്ത്തും. എടാ ജയദേവ, നിനക്കെതിരെ പ്രയോഗിക്കാൻ ഇനിയും എന്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്. അമ്മേ, ചേട്ടാ, വാർത്ത ഇവിടെ എത്തിക്കഴിഞ്ഞു. എന്റെ മോനെ, ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി മോനെ. എനിക്കൊന്നും പറ്റിയില്ലമ്മേ. നീ കള്ളം പറയുക. സംശയമുണ്ടെങ്കിൽ നോക്കണം അമ്മേ. പോടാ, കാര്യം പറയുമ്പോഴും തമാശയാ. ആ ചേട്ടാ, ഒരു സ്വകാര്യം. എന്താ?
അങ്ങോട്ടിരുന്നേ ഞാൻ പറയാം. ഞാനിവിടെ നിന്നോളാം, നീ പറഞ്ഞാ മതി. ചേട്ടാ, നാളെ മുതൽ ചേട്ടൻ കോർട്ടിൽ പോണ്ട. പിന്നെ? ഈ ഉദ്യോഗം ചേട്ടന് വേണ്ടെന്ന്. ഓ, കൊള്ളാം. ആട്ടെ, ഇത് നിന്റെ അഭിപ്രായമോ അതോ അമ്മ പറഞ്ഞു പറയിപ്പിച്ചതോ? എന്റെ അല്ലടാ, എന്റെ ആണെന്ന് തന്നെ വെച്ചോ. എന്താ നീ സമ്മതിക്കത്തില്ലേ? ഇല്ലമ്മേ. എന്നാ ഞാനും സമ്മതിക്കത്തില്ല. ശേടാ, കുഴഞ്ഞല്ലോ. അമ്മേ, കടലിന് പേടിയില്ലാത്തവർ തിരമാലയെ പേടിക്കുമോ? ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നു, എന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ആരെയും പേടിയില്ലമ്മേ. അതല്ല ചേട്ടാ, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. അനിയത്തി, ഈ ഭൂമിയിൽ ഇത്ര വർഷം ജീവിച്ചിരുന്നോളാമെന്ന് ഞാൻ ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. എന്നെപ്പോലെ ഒരാൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവാം. അത് കണ്ട് വിരണ്ടോടുന്നവർ ഭീരുക്കളാണ്. നിന്റെ ചേട്ടൻ ഭീരുവിനെ പോലെ പെരുമാറുന്ന നിനക്ക് ഇഷ്ടമാണോ? പറയൂ, നീ പഠിച്ചവളല്ലേ? ആ, സമ്മതിച്ചല്ലോ. നീ ഒരു കാത്തുണ്ടോ? അമ്മേ, ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അമ്മേ, വരൂ അമ്മേ.